ദുരന്ത വാർത്തകളൊന്നും കേട്ടാൽ ഞാനൊന്നും അങ്ങനെ ഞെട്ടലില്ല. പക്ഷെ ഇന്ന് ശരിക്കും ഞെട്ടി. 350 ശവങ്ങൾ സംസ്കരിക്കാനാണ് 2,75,75,000 റുപ്യ. അതിനുവേണ്ട ഗതാഗതം ടോർച്ചും ഒക്കെ കൂടി 4 കോടി. എനിക്ക് ഈ കണക്കൊന്നും എങ്ങനെയായിട്ട് മനസ്സിലാവണില്ല. കുറെ ചിന്തിച്ചു നോക്കിട്ടോ. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചു. ഈ ഓമശ്ശേരി കർമ്മ പോലത്തെ നല്ലവരായ ചെക്കന്മാര് അല്ലെ സഹപ്രവർത്തകർ പോയിട്ട് അവിടെ കിടന്ന് ചളിയിൽ മാന്തി കിട്ടുന്ന മൃതദേഹങ്ങൾ ഉടുത്ത തുണിയിലും തോളത്തും ഏറ്റിയിട്ട് കരക്ക് കൊണ്ടുവന്ന് വെക്കുക. പാണക്കാട് തങ്ങളെ പേരിലൊക്കെ ഓടുന്ന ആംബുലൻസുകൾ, അതുപോലെ പല ചാരിറ്റി പ്രവർത്തകരും കൊണ്ടുവന്ന ആംബുലൻസുകൾ അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് അത് നിലമ്പൂര് നിന്ന് മേപ്പാടിക്കും ചൂരൽമല നിന്ന് മേപ്പാടിക്കും ഒക്കെ കൊണ്ടുവരിക. അവിടുന്ന് നാട്ടുകാർ കൂടി വട്ടത്തിൽ കെട്ടിണ്ടാക്കിയ താർപ്പായി കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക പോസ്റ്റ്മോർട്ടം സെന്ററുകൾ, മോർച്ചറികൾ താൽക്കാലികമായിട്ടുണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ പൂളപ്പൊയിൽ സൽക്കർമ്മ അല്ലെങ്കിൽ ചേന്നമംഗല്ലൂര്, മുക്കത്ത്, പാലക്കാട് തുടങ്ങി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന ചെക്കന്മാർ കൂടി അല്ലെങ്കിൽ ആളുകൾ കൂടിയിട്ട് പള്ളിക്കാട്ടിൽ കബറ് കിളക്കുക അല്ലെങ്കിൽ മറ്റുള്ള ഒഴിവുള്ള സ്ഥലത്ത് കുഴികൾ എടുക്കുക. അവിടെ സംസ്കാരം നടത്തിയിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ മൊല്ലാക്ക ഒന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പള്ളിയിലച്ഛന് അല്ലെങ്കിൽ സ്വാമി ഒന്ന് പ്രാർത്ഥനയും നടത്തുക. ഇതാണ് ശവസംസ്കാരം കേട്ടോ. ഈ കണക്ക് എങ്ങനെയായിട്ടും മനസ്സിലാവണില്ല. ഇനി ഇപ്പൊ എന്റെ ഡൗട്ട്, ഏതെങ്കിലും മൊല്ലാക്ക പള്ളിയിലച്ഛനോ കണ്ടമാനോ പ്രാർത്ഥിച്ചതിന് വാങ്ങിയോന്ന് അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാൽ മതി. ദുരന്തങ്ങൾ കൊണ്ട് വിറ്റ് കാശാക്കി അതുകൊണ്ട് രക്ഷപ്പെടാന്ന് വിചാരിക്കുന്ന ദുരന്തങ്ങളാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ഇനിയെങ്കിലും നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇതൊക്കെ നമ്മളെപ്പോലെ ആളുകളുടെ നികുതിപ്പണം എടുത്തിട്ട് അതിന് കണക്കുണ്ടാക്കുക. എന്നാലോ ഇതിന്റെയൊക്കെ ചെലവും വരവും ആരാണ് ഇതൊക്കെ ചോദ്യം ചെയ്യാനുള്ളത്? ഒരാളുമില്ല.